സുരേഷ് ഗോപിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ എൻ്റെ കുറേ സുഹൃത്തുക്കളും സുരേഷ് ഗോപി ആരാധകരും ഭക്തരും കണ്ടതിന് ശേഷം എനിക്ക് കുറച്ച് മെസ്സേജ്, എനിക്ക് കുറച്ച് കോളുകളൊക്കെ വന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ കണ്ട സുരേഷ് ഗോപി ഇങ്ങനല്ല, ഞങ്ങളുടെ സുരേഷ് ഗോപി ഇങ്ങനല്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? അപ്പം ഞാൻ കാണുന്ന സുരേഷ് ഗോപിയാണോ നിങ്ങൾ കാണുന്ന സുരേഷ് ഗോപിയാണോ യഥാർത്ഥ സുരേഷ് ഗോപി? ആദ്യമായി നമുക്കൊരു വീഡിയോ കണ്ടുവരാം. ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നു, ഒരു ഷോൾ അണിയിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ നിൽപ്പും ഭാവങ്ങളും, സുരേഷ് ഗോപിയിൽ നിന്ന് എന്താണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പേഴ്സിലെ പണമല്ല പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യം, ഒരു ഷെയ്ക്ക് ഹാൻഡ്, ഒരു കരസ്പർശം, ഒരു നോട്ടം, അതൊക്കെ ആ മനുഷ്യൻ പ്രതീക്ഷിച്ചു പോയി. നിങ്ങൾ നോക്കൂ ആ മനുഷ്യൻ്റെ ദയനീയാവസ്ഥ, ദയനീയ മുഖം. സുരേഷ് ഗോപിയെ പോലെ പേരും പ്രശസ്തിയും ഒന്നുമുള്ള ഒരു മനുഷ്യനല്ല. ആ ഗ്രാമത്തിലെ അല്പം പ്രായമുള്ള മുതിർന്ന ഒരു കാരണവരെന്നൊക്കെ പറയുന്ന ഒരു ആളാണ്. അദ്ദേഹത്തെയാണ് ഇതിനു വേണ്ടി വിനിയോഗിച്ചത്. സുരേഷ് ഗോപിയിൽ നിന്നും ഇങ്ങനൊരു പ്രതികരണം അദ്ദേഹം പോലും ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും കൈപ്പേറിയ ഒരനുഭവമായി സുരേഷ് ഗോപി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. സുരേഷ് ഗോപി എന്ന മനുഷ്യനെ തുറന്നു കാട്ടാൻ ഒരുപാട് കാലങ്ങൾ പിന്നോട്ട് പോകണമെന്നില്ല. ഈ അടുത്ത കാലത്ത് നടന്ന ഏതാനും ചില സംഭവങ്ങൾ മാത്രം മതി സുരേഷ് ഗോപി എന്ന മനുഷ്യനെ തുറന്നു കാട്ടാൻ. നേരെ പറയുന്നു, മുതിർന്ന പാർട്ടി പ്രവർത്തകരോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ നിങ്ങൾ മറ്റൊരു വീഡിയോയുടെ കാണാം. ദാ വരൂ. തൃശ്ശൂരിൽ നിന്നും ഇദ്ദേഹം ജയിച്ചതിന് ശേഷം ആദ്യമായിട്ട് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പാർട്ടിയുടെ വോട്ട് കൊണ്ടല്ല, സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചതെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം അവിടെ വന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തി MD രമേശ് എന്നല്ല, നരേന്ദ്രമോദിയെ, അമിത്ഷായെ മാത്രമേ ഇദ്ദേഹം ലീഡറായിട്ട് കാണുന്നുള്ളൂ, നേതാക്കന്മാരായിട്ട് കാണുന്നുള്ളൂ. കേരളത്തിലുള്ള BJP-ക്കാരെ മുഴുവൻ അവഗണിച്ചാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പോക്ക്. മറ്റൊരു വീഡിയോ കാണാം. ഒരു പൊതുവേദിയിൽ പ്രത്യേക ക്ഷണിതാവായി ക്ഷണിക്കപ്പെട്ടതിന് ശേഷം വളരെ നിമിഷങ്ങൾ കൊണ്ട് അവിടുത്തെ സംഘാടകരെ ഊക്കിവിട്ട ഒരു വീഡിയോ. ഇതാ, ഈ ഊക്കൽ എന്ന് പറഞ്ഞാൽ ഒരു അപാര ഊക്കലാണ്. വേദിയിലുണ്ടായിരുന്ന മറ്റേ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സാറ് ഈ സീറ്റ് മതിയോ, ഇതുകൊണ്ട് തൃപ്തിയാകുമോ, ഇതാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഞാൻ ദരിദ്രനായി ജനിച്ചു പോയില്ലേ, എനിക്ക് പ്ലാസ്റ്റിക് കസേരയിലൊക്കെ ഇരുന്ന ശീലമുള്ളൂ എന്ന് അദ്ദേഹം ന്യായീകരിച്ച് മെഴുകുന്നുണ്ട്. അതൊക്കെ കാണാം, കണ്ടാൽ എന്താ. സാധാരണ ഒരു നടൻ എന്നൊക്കെ പറയുമ്പോൾ തിരശീലയ്ക്ക് പിന്നിൽ, ക്യാമറയ്ക്ക് മുന്നിലൊക്കെയാണ് അഭിനയിക്കുക. ഇത് പൊതുജീവിതത്തിലും സമൂഹത്തിലും ഒക്കെ അഭിനയിക്കുന്ന, സ്വന്തം ജീവിതത്തിൽ തന്നെ അഭിനയമാക്കി മാറ്റിയ ഒരു വ്യക്തിയെ നമ്മൾ ഇത് നേരിട്ട് കാണുകയാണ്. നമ്മൾ എന്താ പറയുക? ഇതൊക്കെ സുരേഷ് ഗോപിക്ക് മാത്രം പറ്റുന്ന പണിയാണ്. സുരേഷ് ഗോപിക്ക് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അസാധ്യം. നിങ്ങൾ ഇത് മറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. സുരേഷ് ഗോപിയെ ഒരു പൊതുവേദിയിൽ വിശിഷ്ട അതിഥിയായിട്ട് വിളിച്ചിട്ട് സംഘാടകർ ആദ്യം തന്നെ പ്ലാസ്റ്റിക് കസേരയാണ് ഇട്ടിരുന്നതെങ്കിൽ അവിടെ നടക്കുന്ന കോലാഹലം എന്തെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഇമാജിൻ ചെയ്ത് നോക്കൂ. അവിടെ നടക്കുന്ന വയലൻസ് എത്രത്തോളമായിരിക്കും? ഗോപി സാറേ, കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ പറ്റിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും മണ്ടനായിക്കൊണ്ടിരിക്കുകയാണ്. വിവരവും വിദ്യാഭ്യാസവും അറിവും ഒക്കെയുള്ള ഒരു നാടാണ് കേരളം. ആ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ എത്രത്തോളം പറ്റിക്കുന്നു അത്രത്തോളം നിങ്ങൾ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. പൊതുവേദിയിൽ രാജകീയ കസേര ഉപേക്ഷിച്ച് 5 മിനിറ്റ് പ്ലാസ്റ്റിക്കിന്റെ കസേരയിൽ ഇരുന്ന് നിങ്ങൾ നാടകം കാണിച്ചുവെങ്കിൽ കേരളത്തിലെ ജനങ്ങളാരും വിശ്വസിക്കുന്നില്ല നിങ്ങൾ AC റൂമിലല്ല കിടന്നുറങ്ങുന്നതെന്ന്. നിങ്ങൾക്ക് AC കാറില്ല, ആഡംബര കാറില്ല എന്ന് വിശ്വസിക്കുന്നില്ല. ആഡംബര കാറിന്റെ കാര്യം പറയുമ്പോഴാണ്, നിങ്ങൾ ആഡംബര കാറ് മാഹിയിൽ നിന്നും കേരളത്തിന്റെ ടാക്സ് വെട്ടിക്കാൻ മാഹിയിൽ വ്യാജ അഡ്രസ് ഉണ്ടാക്കി ആഡംബര കാർ ഇറക്കിയതിന്റെ വാർത്തകൾ എൻ്റെ ചെറുപ്പകാലത്ത്, അതായത് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വാർത്ത വായിച്ചിരുന്നു. ശരിയാണോ? ശരിയാണ് അല്ലേ? ഒരു ആഡംബര കാറിലെത്തി, കാറിൽ നിന്ന് അദ്ദേഹം ഇറങ്ങാതെ ഏതോ ഗ്രാമത്തിലെ സാധാരണ സ്ത്രീകളാണ്, അവരെയൊക്കെ പങ്കെടുപ്പിച്ച്, കാരണം വിഷുക്കൈനീട്ടമൊക്കെ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അടുത്ത ആൾക്കാർക്ക്, പരിചയമുള്ളവർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കാറ്.
ഇതിപ്പോ ഒരു ഗ്രാമത്തിലൊക്കെ പോയി ആഡംബര കാറിലിരുന്ന് നമ്മള് എന്താ പറയുക ഇതിന് 21ാം നൂറ്റാണ്ടിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിലെ രാജാവും പ്രജകളും, ജന്മിയും കുടിയാനും അടിയാനും മേലാളൻ, രാജാവും പ്രജയും. നിങ്ങളെ അടിമകളെ പോലെ കാണുന്ന ബൂർഷ മനോഭാവം, മനുഷ്യനും ആൾദൈവത്തിനും ഇടയിലുള്ള ഒരു മൂർത്തിഭാവം. പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നടന്ന കുപ്രചരണം. ഏത് തൃശ്ശൂർ ലൂർദ് മാതാ പള്ളി കൊണ്ടു കൊടുത്ത ചെമ്പ്. അങ്ങനെ പിന്നെ നാട്ടുകാർ ചെമ്പ് ഗോപി, കോപ്പർ ഗോപി എന്നൊക്കെയാണ് വിളിക്കുക. നമ്മളങ്ങനെ വിളിക്കാനില്ലേ പാവം. തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ്ണ കിരീടം ചെമ്പിൽ സ്വർണ്ണം പൂശിയതെന്ന സംശയവുമായി വിശ്വാസികൾ. ഏതാനും ദിവസം മുൻപ് നടന്ന പാരിഷ് കൗൺസിൽ യോഗത്തിൽ ഒരു വിഭാഗം വിശ്വാസി പ്രതിനിധികൾ ഈ സംശയം ഉന്നയിച്ചു. തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ കിരീടം ശാസ്ത്രീയ പരിശോധന നടത്താനാണ് ഇടവക ഭരണസമിതിയുടെ ആലോചന. ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന്. കിരീടമാണെങ്കിൽ വെച്ചപ്പോൾ തന്നെ താഴെ പോയി. അളവ് ശരിയാകാതെ വന്നു കഴിഞ്ഞാൽ കിരീടം താഴെ പോകും, അതൊക്കെ ഓക്കെ. പക്ഷെങ്കിൽ മാറ്റുരച്ച് നോക്കുന്നതിൽ ഏറ്റവും മിടുക്കരായ ക്രിസ്ത്യൻസിന്റെ അരികിൽ തന്നെ ഈ സുരേഷ് ഗോപി എണ്ണം ചെന്ന് പെട്ടു എന്നുള്ളതാണ്. അവർ പിറ്റേ ദിവസം ഉരച്ചു നോക്കി 6 ഗ്രാം തങ്കം പൂശിയെടുത്ത പണിക്കാരനോട് നമുക്കൊന്ന് ചോദിക്കാം. പണിക്കാരനും എന്തോ പറയാനുണ്ട്. കിരീടം വേണം ചെയ്യാവാന്ന് ചോദിച്ചു. അപ്പം അത് സ്വർണ്ണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട, നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹം നമ്മൾ ചെയ്തു കൊടുത്ത് പൂർണ്ണ മനസ്സോടെ നിൽക്കുമായിരുന്നു. അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത്, ഏറ്റവും ഭംഗിയായ ഒരു കിരീടമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു. ഞാനത് തൂക്കി നോക്കിയില്ല. ഇതിനുപയോഗിച്ച സ്വർണത്തിൻ്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ച് കൊടുക്കുമായിരുന്നു. എന്ത് പണിക്കാരനായിക്കോട്ടെ, സ്വർണ്ണമല്ല സിൽവർ അല്ല മരപ്പണിക്കാരനായിക്കോട്ടെ, ഒരാളൊരു സാധനം കൊണ്ടുവന്നാൽ അതിൻ്റെ അളവ് ആദ്യം തൂക്കും. അത് എത്രയുണ്ടെന്ന് നോക്കും. തിരിച്ചു കൊടുക്കുന്നതും എത്ര അളവുണ്ടെന്ന് നോക്കും. ബാക്കി വരുന്നത് എത്രയാണ് ഈ കിരീടത്തിൽ പൂശിയിരിക്കുന്നതെന്നും അദ്ദേഹത്തിന് അറിയാൻ പറ്റും. ഇതൊന്നുമില്ല, ഇവർ തമ്മിലുള്ള ആത്മബന്ധമായിരിക്കും. അത് പോട്ടെ. 6 ഗ്രാം തങ്കം മേടിക്കാൻ കാശില്ലാത്തവരാണോ ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യൻസ്? അണ്ണൻ എന്താ ഈ കരുതുന്നത്? മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് കാണാം. സുരേഷ് ഗോപിയുടെ ആരാധനമൊത്ത, സുരേഷ് ഗോപി ഭക്തനായ ഒരു മനുഷ്യനോട് സുരേഷ് ഗോപി ചെയ്യുന്ന ഒരു കാര്യമാണ്. ആഢ്യത്വത്തിന്റെയും അഹങ്കാരത്തിന്റെയും സുരേഷ് ഗോപി. കാര്യത്തിന് സ്വന്തം ഡ്രൈവറെ ക്യാമറയ്ക്ക് മുമ്പിൽ തല്ലണമെന്നുണ്ടെങ്കിൽ ആ ഒരു മാനസിക നില തെറ്റിയ ഒരു വ്യക്തിയുടെ സുരേഷ് ഗോപി ഭക്തർക്ക് ഇതൊരു തലോടലായി തോന്നാം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഊക്കും ഉപദേശവും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന വിവേകവും അറിവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളും കഴിക്കുന്ന അരിയാഹാരം തന്നെയാണേ. പിന്നെ മറ്റൊരു വീഡിയോ. മാധ്യമപ്രവർത്തകയോട് സുരേഷ് ഗോപി മോശമായി പെരുമാറിയെന്ന കേസിൽ ഇന്ന് പരാതിക്കാരിയുടെ മൊഴിയെടുക്കും. എന്റെ പ്രിയ സുരേഷ് ഗോപി, ആ മാധ്യമപ്രവർത്തകരുടെ ദേഹത്ത് നിങ്ങൾ അനുമതിയില്ലാതെ, അനുവാദമില്ലാതെ അവരുടെ തൊഴിലിടത്തെ തടസ്സപ്പെടുത്തി നിങ്ങൾ അവരുടെ ദേഹത്ത് കൈവച്ചുവെങ്കിൽ അവർക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് എത്രത്തോളമാണ്? അവർക്ക് ഭർത്താവുണ്ട്, മകനുണ്ടാവാം, മകളുണ്ടാവാം, അമ്മയുണ്ടാവാം, അച്ഛനുണ്ടാവാം. അവരനുഭവിച്ച വേദന. ഒരു പ്രാവശ്യം അവരെ കൈ തട്ടി മാറ്റി, പിന്നെ രണ്ടാമതും നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അത് ഉപദ്രവം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള മകൾക്കോ ഭാര്യയ്ക്കോ ഈ അവസ്ഥ തൊഴിലിടത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കുള്ള വേദന നിങ്ങൾ ഏത് രീതിയിലായിരിക്കും അതിനെ പ്രതികരിക്കുക? ഈ സുരേഷ് ഗോപിയുടെ യഥാർത്ഥ മുഖം ഈ വീഡിയോകളൊക്കെ സാക്ഷിയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സുരേഷ് ഗോപിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാധിച്ചോളൂ.